ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവനെ കിട്ടിയാലേ ഇനി ഒരിക്കലും അവളുടെ നിഴൽ വട്ടത്തു പോലും വരാൻ പറ്റാത്ത രീതിയിലാക്കണം. എങ്ങനെ ആക്കണമെന്ന് അത് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് അവന്റെ മയത്ത് അവളെ കൊണ്ട് തീറ്റിക്കും ഞാൻ. എങ്കി വാടാ. അപ്പൊ ഇവിടെ നിൽക്കുക കേട്ടോ, ഞാൻ വിളിക്കാം. അയാൾ ചുമ്മാ തള്ളിയതാ, നീ ടെൻഷൻ അടിക്കണ്ട, വിട്ടേക്ക്. അമ്മയാളെ കൊള്ളാലോ അച്ഛാ, ഡ്രൈവിംഗിൽ എക്സ്പേർട്ടാ. അമ്മയെ കുറിച്ച് നിങ്ങൾ ഇനി അറിയാനിരിക്കുന്നതല്ലേ ഉള്ളൂ. മകളെ ഒന്ന് വാങ്ങിക്കോ, സ്ഥലത്ത് മച്ചം വിളിക്കാം. ഉറങ്ങാനോ? ഞങ്ങൾ ഏതെങ്കിലും ഒരു കാട്ടാനെ കണ്ടിട്ടേ ഉറങ്ങൂ. അയ്യോ സന്തോഷം. കാട്ടാനേനെ കാറിൽ കയറ്റണമെന്ന് മാത്രം പറയല്ലേ, വണ്ടി വലിക്കില്ല, അതുകൊണ്ടാ. പഠിച്ചോനെ, ഇവിടുത്തെ എടുക്കാതെയാണോ പോയിരിക്കുന്നേ? ഹലോ, കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചതാ. I am waiting. Come to the registrar's office before 11 o'clock. ബാബാ, ബാബാ, ന്യൂറേ, ന്യൂറേ, ഇവളിത് എവിടെ പോയി? ഇവളിത് എവിടെയോ? ബാബാ, ബാബാ, എവിടെ? അവൾ എവിടെന്നാ ചോദിച്ചത്? എനിക്കറിയില്ല. നീ അറിയാതെ അവള് പുറത്തു പോവില്ല. നസീറെ, എവിടെ പോയാലും അവളെ പൊക്കണം. കുടുംബം തകർത്തവളെ ഇനി ഈ ഭൂമിയിൽ വെക്കണ്ട. മോനെ നസീറെ, ഉമ്മ പറയുന്ന ഒന്ന് കേക്ക്. ഇഷ്ടമില്ലാത്തവരെ ബലമായി ഇഷ്ടപ്പെടുത്തി ജീവിക്കാൻ ശ്രമിച്ച എങ്ങനെയാ മോനെ നല്ലൊരു ജീവിതം ഉണ്ടാവുക? വിവാഹം കഴിച്ചാൽ മാത്രം പോരല്ലോ, ഒന്നിച്ച് കഴിയേണ്ടതല്ലേ? ഒരു കുടുംബജീവിതം ആവുമ്പോ ആദ്യം വേണ്ടത് മനപ്പൊരുത്തമാ. ഇവളുടെ മതപ്രസംഗം കേട്ട് നിൽക്കാതെ നീ പോയി അവളെ നോക്കടാ. ഏത് ദുനിയാവിൽ പോയി ഒളിച്ചാലും അവനെയും പോക്കണം, അവളെയും പോക്കണം. കിട്ടിയ കയ്യും കാലും തല്ലിയൊടിച്ച് ഇവിടെ കൊണ്ടിടണം. ഭക്ഷണം കൊടുത്താ മതിയല്ലോ, ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളുമല്ലോ. അവനെ കിട്ടിയാലേ ഇനി ഒരിക്കലും അവളുടെ നിഴൽ വട്ടത്തു പോലും വരാൻ പറ്റാത്ത രീതിയിലാക്കണം. എങ്ങനെ ആക്കണമെന്ന് അത് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് അവന്റെ മയത്ത് അവളെ കൊണ്ട് തീറ്റിക്കും ഞാൻ. എങ്കി വാടാ. എന്റെ പഠിച്ചോനെ, ഇനി ഞാൻ എന്തൊക്കെയാ കാണാൻ പോകുന്നേ? എന്റെ പഠിച്ചോനെ, കുറച്ച് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടോ? എങ്ങനെ മനസ്സിലായി? ലോകത്തുള്ള സകല പ്രശ്നങ്ങളും തലയെ കയറ്റിവെച്ചുള്ള ഈ നിൽപ്പ് കാണുമ്പോ അറിയാം സംഗതി പിടിവിട്ട് നിൽക്കുവാണെന്ന്. അതെ, ഇതെങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞാ മതിയായിരുന്നു. താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ തന്റെ കൂടെ? ഇങ്ങനെ ആര് പറയുന്നൂറേ? നിന്നാനും ഇപ്പോഴേ ഏറ്റെടുത്ത പോലെയാ. എന്ത് പ്രശ്നം വന്നാലും അവ ഹാൻഡിൽ ചെയ്തോളൂ. പിന്നെ നിനക്കെന്താ പ്രശ്നം?
നന്നായി നോക്കിക്കോണേ ഞങ്ങളുടെ ഈ മുത്തിനെ. നിന്നെയൊക്കെ ഞാൻ കൂട്ടിയത് തന്നെ ഇവൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിട്ടാ. അവളാണെങ്കിലോ എല്ലാം ഇപ്പൊ തകരുന്നുള്ള അവസ്ഥയിലാ നിൽക്കുന്നത് തന്നെ. അതെ, സാക്ഷികളായിട്ടുള്ള 3 പേരും വന്നിട്ടുണ്ടല്ലോ. 3 അല്ല, എത്ര പേരെ വേണേലും തരാം. എങ്കിൽ സാക്ഷികളൊക്കെ അകത്തേക്ക് കയറിക്കും, കൂടെ ചെക്കനും പെണ്ണും. വേഗം വാടാ. എന്താണ് രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അകത്തേക്കല്ലേ കല്യാണം കഴിക്കണ്ടേ നമുക്ക്? അല്ല നിങ്ങക്ക്? നീ എന്തിനാ നൂറ് ഇങ്ങനെ പേടിക്കുന്നേ? അവിടെ രണ്ട് ഒപ്പിന്റെ കാര്യമല്ലേ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കോ? ആ പിന്നെ PSCക്ക് വരാൻ സാധ്യതയുള്ള 3-4 ചോദ്യം ചോദിക്കും. എന്റെ നൂറെ, അതിനൊന്നും അവിടെ സമയം ഉണ്ടാവില്ല. അതെ, കിന്നാരമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. രണ്ടാളും വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറിയേ. വന്നേ. വാ വാ വാ. വാടാ. സാർ, ഇതാ ചെറുക്കനും പെണ്ണും. അനൂപ് നൂർജഹാൻ അല്ലേ? അതെ സാർ. സ്വന്തം ഇഷ്ടത്താലല്ലേ ഈ രജിസ്റ്റർ വിവാഹത്തിന് സമ്മതിച്ചു വന്നിരിക്കുന്നത്? അതോ ആരുടെയെങ്കിലും ഭീഷണിയാലോ പ്രേരണയാലോ വന്നതാണോ? അല്ല. എന്നാൽ ഒപ്പിട്ടോളൂ. ഇതാ. ഒപ്പിട്. 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 ഇനി വരനിട്ടോളൂ. ഇനി മാലയിട്. കല്യാണം കഴിഞ്ഞെന്ന് ഇവർക്കൂടെ ബോധ്യമാവണ്ടേ, അതിനാണ് ഈ മാല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് മാല കേട്ടോ. ആദ്യം വധുവാണ് മാലയിടേണ്ടത്.